ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിതാ പെഹൽഗാമിലെ മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത്. നമ്മളിവിടെ പെഹൽഗാമിലെ ഐഷ്മുഖം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ദർഗ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഏകദേശം ആ ഒരു ടൗണിൻ്റെ പേരെന്തേന്നു? ഐഷ്മുഖം അല്ല, അവിടുന്നുള്ള ഐഷ്മുഖം പറഞ്ഞ സ്ഥലം അല്ലേ? ആ ഒരു പ്ലേസിൽ നിന്നാണ് ദർഗയുടെ പേര് കറക്റ്റ് ഞാനിവിടെ താഴെ കൊടുക്കുക, മെൻഷൻ ചെയ്യാം. അപ്പം അവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ ഒരു ടാക്സിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പെഹൽഗാം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് 50 രൂപ പെർ ഹെഡ് വെച്ചിട്ട് ഈ ഐഷ്മുഖം സ്ഥലത്തേക്ക് നമ്മൾ വന്നു. ഈ 50 രൂപ, അതായത് എനിക്കും ഇഷുക്കും ഇബ്രുവിനും കൂടെ 150 രൂപ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എക്സ്പെൻസ് ആയിട്ടോ ഈ ഐഷ്മുഖം വന്ന സ്ഥലത്തേക്ക്. ഇവിടുന്ന് നമ്മൾ ഇനി നേരെ ഐഷ്മുഖത്തിൽ നിന്ന് 700 റുപ്പീസ് കൊടുത്തിട്ട് ടാക്സി വിളിച്ചിട്ടാണ് ഈ ഒരു 4 കിലോമീറ്റർ താടി ഈ ഒരു ഹൈ ടോപ്പ് റേഞ്ച് സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ദർഗ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദർഗയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അതുപോലെ തന്നെ ദർഗയിലെ ആ നമ്മൾ വരുന്ന സമയത്ത് ആ ഫുട്പാത്തിലെ ആ ഒരു വിഷ്വൽസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഷെയറിങ് ടാക്സിയിൽ നമ്മൾ ഐഷ്മുഖം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ റണ്ണിങ് ആണ് ഇങ്ങോട്ടുള്ളത്. 50 രൂപ ഷെയറിങ് ടാക്സി പെർ ഹെഡ് വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് ടാക്സികളുണ്ടല്ലേ. ഇവിടുന്ന് വേണം നമുക്ക് ആ ഒരു ദർഗയിലേക്കുള്ള ടാക്സി വിളിച്ച് പോകാൻ കേട്ടോ. പെർ ഹെഡ് 700 ഒക്കെയാണ് പറയുന്നത്. ഈ പോകുന്ന 2 സൈഡിൽ ഈ ഒരു സ്ട്രീറ്റിലായിട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റുകളാട്ടോ. ദർഗയിലേക്ക് പോകുന്ന വഴിയിൽ ഫുള്ള് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഷോപ്പുകളാണ് ഗൈസ്. ജൂജു ഇധർ ലുക്ക്. ഈ ഒരു ഫുട്പാത്തിലൂടെ നമ്മൾ കുറച്ചൊന്ന് നടന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു അടുത്തായിരിക്കും ദർഗാന്ന്, പക്ഷെ നമുക്ക് ഫോൾട്ട് പറ്റിപ്പോയി. നമ്മൾക്ക് ശരിക്കും ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പം ജസ്റ്റ് ഈ ഒരു പള്ളിയുടെ വിഷ്വൽസൊക്കെ ഇവിടുന്ന് കണ്ടു കേട്ടോ. ഇനി അങ്ങോട്ട് മുകളിൽ നിന്ന് കാണുമ്പോഴും വേറൊരു ഫീൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോഴാണ് പറഞ്ഞത് കുറേ നടക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടാക്സി വിളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിതാ ഇയാളെ കണ്ടു. ഇയാളെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ആ കാണുന്ന മുകളിലുള്ള പള്ളിയിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അങ്ങനെ ടാക്സിയിലേക്ക് പെർ ഹെഡ് 700 രൂപ വെച്ചിട്ട് നമ്മളതാ ഇതിലേക്ക് കയറി. അപ്പം ഇനി അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ പോണ ദിവസം അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമാണ്, എങ്കിൽ കൂടെയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടുത്തെ സ്നോ ഒക്കെ കുറച്ചൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഈ ഒരു സൈഡുകളിലൊക്കെ. ഇത് ഇവർ പറയുന്നത് ചെറിയതൊക്കെ ആപ്പിൾ ട്രീയും വലുതൊക്കെ നമ്മളെ വാൾനട്ടിൻ്റെയും ബദാമിൻ്റെ ഒക്കെ മരങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ 2 സൈഡിലും കണ്ടില്ല, അത്യാവശ്യം നല്ല സ്നോ ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് മുമ്പ് ഇവിടെ ഭയങ്കര സ്നോഫാളും കാര്യങ്ങളും, എത്രയോ ഹൈറ്റ് വരെ സ്നോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ മെൽറ്റ് ആയതെന്നാണ് പറയുന്നത്. അപ്പം ഏകദേശം നമ്മൾ ഈ കാണുന്ന ഒരു പള്ളിയിലേക്കാണ് കേട്ടോ പോയി എത്തുന്നത്. ഈ ഒരു ചുരം മാതിരിയാണ്, കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം നമ്മളെ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്, അത്രയും ചുരം റൗണ്ട് അടിച്ചിങ്ങനെ വരാൻ. നമ്മൾ താഴ്ന്ന് കാണുന്ന ഒരു വിഷ്വൽസ് അല്ല മുകളിലേക്ക്. അപ്പം എന്തായാലും ടാക്സി ഇല്ലാണ്ട് ഇവിടേക്ക് നടക്കില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക 700 രൂപ ഇവിടെ മുകളിൽ നിന്ന് താഴെ വരെ പോയി വരാൻ 700 രൂപയാണ് കേട്ടോ അവർ ചാർജ് ആക്കുന്നത്. അതിപ്പോൾ നമ്മളിവിടെ ദർഗൻ്റെ ഏരിയയിൽ 10 മിനിറ്റോ 15 മിനിറ്റോ എത്ര നിന്നാലും അവർക്ക് എന്താ പറയുക 700 രൂപ നമ്മൾ കൊടുക്കണം. ദർഗയുടെ എന്താ പറയുക എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ ദർഗയിലേക്കുള്ള എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേന്നു ഇവിടുത്തെ ദർഗന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് വേണമെന്നുള്ളവർ വായിച്ച് മനസ്സിലാക്കുക. പെഹൽഗാം അങ്ങോട്ടാണല്ലോ. ആ ഡെവലപ്പേഴ്സ്
ബ്രൂണോ ഷൂട്ട് ചെയ്യുന്ന ദർഗ കാണുമ്പോ ഇതിന്റെ ഉള്ളിലേക്കാണ് പോണ്ടത് രാവിലെ അല്ലേ. ഈ ഒരു ദർഗ നിൽക്കുന്ന ഏരിയയിലെ വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുവരെ സംഭവമുണ്ട്. അപ്പോൾ ദർഗൻ്റെ ഉള്ളിലേക്ക് നമുക്കെന്താ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള കുറച്ച് വിഷ്വൽസാണ് ഇവിടെ ഷെയർ ആക്കിയിട്ടുള്ളത്. ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, പിന്നെ ഇതിൻ്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. ഇവിടെയൊക്കെ ഒരാഴ്ച മുമ്പ് ഭയങ്കര സ്നോഫാളായിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നല്ല ഫ്രീസ് ആകുന്നുണ്ട് കൈയൊക്കെ. പിന്നെ അപ്പം അതൊക്കെ തന്നെയാണ് പഹൽഗാമിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ഏരിയാസൊക്കെ മാക്സിമം കവർ ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവർ ടോയ്ലറ്റ് വാഷ്റൂം പോയിട്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് കവർ ചെയ്യാം.